സൈമൺ ബ്രിട്ടോയെ പോലുള്ള ആളുകൾ കേരളത്തിലെ കലാലയങ്ങളിലെ സമാധാനത്തിന്റെ പാഠപ്രവുകളാണ് എന്നുള്ളത് ഇതിനോടകം പല സംഭവങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. അതുകൊണ്ട് നമുക്ക് അത് വിട്ടിട്ട് ഈ CBI അന്വേഷണത്തിലേക്ക് വന്നാൽ നന്നായിരുന്നു. ഈ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ബോധ്യം നിഷയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ നിഷയ്ക്ക് പ്രത്യേക ഒരു താങ്കളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം താങ്കളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ബോധ്യമില്ല എന്ന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു പ്രത്യേക സംവിധാനം നിങ്ങൾക്കും ഇല്ലല്ലോ. ഒരു കൂടുതലൊന്നും വേണ്ടല്ലോ ശ്രീ അനിൽകുമാർ. ഇന്ന് വന്ന ആന്റി റാഗിംഗ് സമിതിയുടെ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നാണിക്കണം ഇത്തരം ക്രിമിനൽ കൂട്ടങ്ങളെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കാർ. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇവരെ ഇറക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയ CPM-ന്റെ നേതാവടക്കം നാണിക്കണം. താങ്കൾ വായിച്ചു നോക്കൂ ആന്റി റാഗിംഗ് സമിതിയുടെ കണ്ടെത്തലുകൾ. ഇവരെ ക്രിമിനലുകൾ എന്ന് വിളിക്കാമോ എന്ന് പോലും സംശയം. ക്രിമിനലുകൾക്ക് പോലും നാണക്കേടാവുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തവരെ കുറിച്ച് താങ്കൾ ഇനി ന്യായീകരിക്കരുത്. പത്ത് 18 പേരുള്ളതിൽ മുഖ്യപ്രതി എന്ന് പറഞ്ഞ ആളാരാ? ആ മുഖ്യപ്രതി സിജോ ജോൺസൺ എന്ന് പറയുന്ന മുഖ്യപ്രതിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആള്, ആ ആള് യഥാർത്ഥത്തിൽ SFI ആയിട്ട് ഒരു ബന്ധമില്ലല്ലോ. എന്നിട്ട് ഈ കൊലയാളിയായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. അദ്ദേഹം KSU പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ പേര് നിഷ ഈ ചാനലിലൂടെ ഒന്ന് പറയുമോ? ഞാൻ പറയാൻ വേണേ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ചാനൽ ഞാൻ കേട്ടില്ല. 18 പ്രതികളിൽ 4 പേർ അല്ലെങ്കിൽ 5 പേർ ക്രിമിനലുകളുടെ ബന്ധുക്കളുടെ പേര് പറയുന്നതിനും ഇവിടെ ഒരു തടസ്സവുമില്ല. താങ്കൾക്ക് ധൈര്യമായി പറയാം. അത് നമുക്ക് VM ഷഫീറിനോട് ചോദിക്കുകയും ചെയ്യാം. താങ്കൾ ധൈര്യമായി പറയൂ, താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ. ഇപ്പൊ SFIയെ കുറിച്ച് പറയുന്ന ധൈര്യം ഉണ്ടല്ലോ. ആ SFIയെ കുറിച്ച് പറയുന്ന ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വക്കീലിന്റെ പേര് നിങ്ങൾക്ക് പറയാം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. നിങ്ങൾക്ക് SFIയെ കുറിച്ച് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? നിങ്ങൾ പറഞ്ഞ മാടപ്പറാവിനെ പോലെ ആ ധൈര്യം ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ അതെ പറയട്ടെ. നിങ്ങളിപ്പോ SFIയെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ഞാൻ വെളിപ്പെടുത്തുകയല്ല വേണ്ടത്. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കും. താങ്കൾ എന്തിനാണ് ഈ കോൺഗ്രസ് നേതാവായ വക്കീലിന്റെ പേര് പറയാൻ പഠിക്കുന്നത്? ഞാൻ താങ്കളോട് പറഞ്ഞു ധൈര്യമായി ഈ പ്ലാറ്റ്ഫോമിൽ അത് പറയൂ. എനിക്കറിയില്ല, എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. മുന്നോട്ട് കൊണ്ടുപോകാം. താങ്കൾ പറയൂ. കാരണം ഇങ്ങനെയാണ് ഇവരെയൊക്കെ കുടുംബത്തിൽ പഠിപ്പിച്ചു വിടുന്നത്. അവരുടെ പേരുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വരുന്നത് തന്നെയാണ് നല്ലത്. ഒരല്പം മട്ടുണ്ടല്ലേ ഞാൻ പറയാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു ധൈര്യം കണ്ട് എനിക്ക് ധൈര്യം ഉണ്ടെന്ന് ചോദിച്ചു. എനിക്ക് ധൈര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് നല്ല ധൈര്യമാണ്. ആ ധൈര്യം നിങ്ങൾക്കുണ്ടോ KSUവിന്റെ പേര് പറയാൻ എന്നാണ് ചോദ്യം. സിജോ ജോൺസന്റെ മാതാപിതാക്കളുടെ രാഷ്ട്രീയം ഇത്തരം ക്രിമിനലുകളുടെ പേരുകൾ എവിടെ പറയുന്നതിനും നിങ്ങളുടെ പക്ഷെ താങ്കൾ ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയാം? താങ്കൾ പറഞ്ഞാൽ ഞാനത് ഏറ്റു പറയും. എനിക്ക് ഒരു മടിയുമില്ല. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ആരാണ്. വയനാട്ടിൽ നിങ്ങൾക്ക് ഒരു ബ്യൂറോ ഉണ്ടല്ലോ. പറയട്ടെ, ഞങ്ങൾ പറയുന്നു SFI മാത്രമല്ല 18 കുട്ടികൾ അതിലുണ്ട്. 18 കുട്ടികൾ മാത്രമല്ല, ആ ക്യാമ്പസിനകത്ത് നിരവധി വിദ്യാർത്ഥികൾ ഈ സംഭവത്തിന് സാക്ഷികളായിട്ടും മിണ്ടിയിട്ടില്ല. ഒരു ക്യാമ്പസ് വർഷം അവസാനിക്കുന്ന സമയത്താണ് നമ്മളൊക്കെ കോളേജ് പഠിച്ച ക്യാമ്പസിനകത്ത് എത്ര വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്? ഞാൻ പറയട്ടെ, ദയവായി കേൾക്കൂ. നമ്മൾ റാഗിംഗ് എന്ന് പറയുന്നു. നിങ്ങളൊരു ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞെട്ടിപ്പോകുമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്ന, ഒരു ക്യാമ്പസിനകത്ത് ഈ ഫെബ്രുവരി മാസത്തിലാണോ റാഗിംഗ് വരുന്നത്? ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ താമസിപ്പിക്കാറില്ല തുടങ്ങി നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്ത കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എനിക്ക് താങ്കളോടൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. പക്ഷേ എന്റെ ചോദ്യം, നിഷ്പക്ഷമായി നടന്നു എന്ന് പറയുന്ന പോലീസ് അന്വേഷണം, മുഖ്യമന്ത്രി പറയുന്ന പോലീസ് അന്വേഷണം, അതിലെന്തുകൊണ്ടായിരിക്കാം സിദ്ധാർത്ഥിന്റെ കുടുംബാംഗങ്ങൾക്ക് വിശ്വാസമില്ല? താങ്കളുടെ പൊന്നു, ഞാൻ മറ്റതിഥികളിലേക്ക് പോവുകയാണ്. റാഗിംഗ് പോലും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. CBI എൻക്വയറി നടത്താമെന്ന്
രക്ഷകർത്താക്കളുടെ ആവശ്യത്തെ കേരളത്തിലെ ബഹുമാന്യ മുഖ്യമന്ത്രി സമ്മതിച്ചതായി ഇന്ന് വാർത്തകൾ പുറത്തുവരികയുണ്ടായി. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? ഒന്നാമതായിട്ട് നന്ദി പറയേണ്ടത് കഴിഞ്ഞ 7 ദിവസക്കാലമായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാഗൂട്ടം, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് ഉൾപ്പെടെയുള്ള 100 കണക്കിന് വരുന്ന KSUവിന്റെ പ്രവർത്തകരുടെ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള സമരം അത് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഗവർണറെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ ഗവർണറോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരു സംഭവ വികാസം നടന്ന ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഗവർണറുടെ പ്രത്യേകമായ നിക്ഷിപ്തമാക്കപ്പെട്ട അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കത്തുണ്ട്. അവൻ ഓവർ സ്മാർട്ട് ആവാനുള്ള ശ്രമമാണ്. അഥവാ ജുഡീഷ്യൽ എൻക്വയറിയോ CBI എൻക്വയറിയോ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ തലവൻ നടത്തിയ കത്താണ് രണ്ടാമത്തെ പ്രഷർ. ഈ 2 ഘട്ടത്തിന് പുറമെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു. പല മാധ്യമങ്ങളും ഇതൊരു ചർച്ചയാക്കി. മാധ്യമങ്ങളുടെയും ഗവർണറുടെയും UDFന്റെയും കൃത്യമായ നിരീക്ഷണത്തിൽ കേരളത്തിന്റെ പൊതുബോധത്തിൽ രൂപപ്പെട്ട ഒരു വലിയൊരു സമരമുണ്ട്. ആ സമരം SFIയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കാൾ മൃഗീയമായ ക്യാമ്പസുകൾ ഇടിച്ചു നിരത്തിയില്ല എങ്കിൽ കേരളത്തിലെ സകലമാന അമ്മമാർക്കും ആദിയായിരിക്കും, അവരുടെ മക്കൾക്ക് തോര കണ്ണുനീരായിരിക്കും എന്നൊരു പൊതുബോധം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ ഇതിന്റെ പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ട് CBI? ഞാൻ അതിനകത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രതിയുടെ അച്ഛൻ എന്നോ ഏതെങ്കിലും ഒരു KSUക്കാരനാണ് ഇതിനകത്ത് പ്രതിയായതെന്നോ എന്ന SFIയുടെയോ അല്ലെങ്കിൽ ശ്രീ അനിൽകുമാറിന്റെ കെണിയിലൊന്നും ഞാൻ പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അതിനകത്ത് KSUക്കാരുണ്ടോ? KSUവിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള ഒരു ക്യാമ്പസിൽ KSUവിന്റെ അനിഷേധ്യനായ ഒരു നേതാവ് SFIക്കാരോടൊപ്പം രൂപപ്പെടുത്തിയ ഒരു കൊലപാതകമാണിതെങ്കിൽ അന്വേഷിക്കണം സാർ. നിങ്ങളല്ലേ പോലീസ്, നിങ്ങളല്ലേ ഇന്റലിജൻസ്, നിങ്ങളല്ലേ അന്വേഷണത്തിന്റെ എല്ലാ സാമഗ്രികളും? കോൺഗ്രസോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഘടകമോ അയ്യോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുത്തൻ കൂടി പെട്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടതും ഞങ്ങൾ ഒരു മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് തള്ളിക്കയറാൻ പറ്റത്തില്ല. നിർത്തി അവമാനിക്കുവാണെന്ന്